Hi all, welcome to X and Y Olympiads. So നമ്മള് ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലെ NSCJS-ന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. Apples dropping from the apple trees were observed by many people before Newton. But why they fall was explained by Isaac Newton, postulating the law of universal gravitation. Which of the following statement best describes the situation? So നമുക്കറിയാം ഐസക് ന്യൂട്ടൺ ആണ് എന്ത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പോസ്റ്റുലേറ്റ് ചെയ്തത്. അതിലെന്താ പറയുന്നത്? എവറി ബോഡി അട്രാക്ട് ഈച്ച് അതർ. യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡിയും പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഏത് സ്റ്റേറ്റ്മെന്റാ കറക്റ്റ് എന്നാ? The force of gravity acts only on the apple. കറക്റ്റ് ആണോടാ? അല്ല, ആപ്പിളില് ഭൂമി ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഒരു അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്, സെയിം അതുപോലെ ആപ്പിൾ ഭൂമിനെയും പിടിച്ച് വലിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തതോ, ദ ആപ്പിൾ ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ സർഫേസ് ഓഫ് ദ എർത്ത്. യെസ്, എന്താണ്? അത് കറക്റ്റ് ആണ്. പക്ഷെ ഇതിൽ എന്ത് അഡ്രസ് ചെയ്യുന്നില്ല? നമ്മളെ ആപ്പിള് ഭൂമിയിൽ ഒരു അട്രാക്ഷൻ ചെലുത്തുന്നുണ്ടെന്നുള്ള കാര്യം അഡ്രസ് ചെയ്യുന്നില്ല. സി ഓപ്ഷൻ നോക്കട്ടെ. സി ഓപ്ഷൻ നോക്കിയാലേ both earth and apples experience the same force of attraction towards each other. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ? അതാണ് നമ്മളിപ്പോ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്. അതാണ് രണ്ട് ഒബ്ജക്ട് യൂണിവേഴ്സിൽ ഏത് രണ്ട് ഒബ്ജക്ട്സ് എടുത്താലും തമ്മിൽ പരസ്പരം ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? സെയിം ആയിരിക്കും. ഓക്കെ, സോ ഡി ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ സി ഈസ് അബ്സർഡ് എന്ന് പറയുന്നുണ്ട്. അല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി അതിന് നമുക്കൊരു ഇക്വേഷൻ എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? M1 M2 രണ്ട് ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരസ്പരം അട്രാക്ട് ചെയ്യും. ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്? ഈക്വൽ ആയിരിക്കും. ആ ഫോഴ്സ് G(m1 m2 r²). അതായത് നമ്മൾ ഡെഫിനേഷൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഈ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു product of the mass of the objects and inversely proportional to the square of the distance between them. So അതാണ്. സോ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഇക്വേഷൻസ് നമ്മൾ ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഇതിൽ ബാക്കിയുള്ള ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുന്നത് നമ്മളെ. പിന്നെ ഇതിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ടു സ്ഫിയേഴ്സ് ഓഫ് മാസസ് M and capital M are situated in air and the gravitational force between them is F. The space around the masses is now filled with a liquid of specific gravity 3. The gravitational force will now be. So same ഒരു സ്മോൾ എം ഉള്ള ഒരു ക്യാപിറ്റൽ എം ഉള്ള രണ്ട് വസ്തുക്കളുണ്ട്. സോ തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ഓൾറെഡി പറഞ്ഞ പോലെ. സോ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന കാര്യം തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ ഒരു അതിൻ്റെ ഇടയിലുള്ള ഒരു ലിക്വിഡ് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയാണെന്നാണ് ചോദ്യം. എടാ നമുക്കറിയാം എന്തേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇക്വേഷൻ എന്താണ്? G(m1 m2 r²) ആണ്. G(m1 m2 r²) ആണ്. ഇതിൽ എവിടെയെങ്കിലും സ്പെസിഫിക് ഗ്രാവിറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇത് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളാ. ഈ രണ്ട് ഒബ്ജക്റ്റിന്റെ മാസ് പ്ലസ് അതിന്റെ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിന് സ്ക്വയറിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. മാസിന്റെ പ്രൊഡക്ട്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അത്രേ ഉള്ളൂ. സോ എന്താണ് ആ സ്പെസിഫിക് ഗ്രാവിറ്റി വ്യത്യാസമുള്ള ഒരു ലിക്വിഡ് എന്താണ് ഫിൽ ചെയ്താലൊന്നും ഫോഴ്സിന് ഒരു ഡിഫറൻസ് വരില്ല. സോ ആൻസർ ഈസ് സി, എഫ്. ആ ഫോഴ്സിന് ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ഓക്കെ, സോ ആൻസർ 3 ആണ്, സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ഒരു ന്യൂമറിക്കൽ ആണ്. ഇഫ് ദ മാസ് ഓഫ് one particle is increased by 50% and the mass of another particle is decreased by 50%, the force between them. സെയിം നമ്മൾ ആ ഇക്വേഷൻ ആലോചിച്ച് നോക്കുക. എന്ത്? F is equal to G(m1 r²). അല്ല, ഒരു മാസിന്റെ മാസ് എന്തായത് ഒരു 50% ഇൻക്രീസ് ചെയ്ത്, അതായത് എം ഉള്ളത് ഒരു 3/2 m ആക്കി അല്ലെങ്കിൽ 1.5 m ആക്കി. പിന്നെ മറ്റേതിന്റെ മാസ് m/2 ആക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയാണ്? അത്രേ ഉള്ളൂ. സോ നമുക്കറിയാം എന്ത് F is equal to എന്താണ്? G(m1 r²) അല്ലെങ്കിൽ G(m1 m2 r²). നമുക്ക് അങ്ങനെ എഴുതാം. G(m1 m2 r²). ഇനി എന്തായി? ഒരു മാസിനെ പിടിച്ചിട്ട് m1', പുതിയ m1 എത്രയാണ്? m1/2. ഒന്നിനെ പിടിച്ചിട്ട് പകുതിയാക്കി. പുതിയ m2 എത്രയാണ്? പുതിയ m2 പിടിച്ചിട്ട്
1.5 m2 ആക്കി, അല്ലെങ്കിൽ നമുക്ക് എത്ര പറയാം 3/2. 1.5ഉം 3/2 സെയിം. സോ 3/2 m2 ആക്കി. ഇനിയുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ചോദിച്ചത്. സോ F is equal എത്രയാണ്? G into m1/2 into 3/2 m2 by r square. So എത്രയാടാ? 3G m1 m2 by 3/2 G m1 m2 by r square. മുകളിൽ 2 നമ്മൾ സോറി 3/4 വരും. ഓക്കെ, ത്രീ ബൈ ഫോർ ജി എം വൺ m2 by r square. ഇപ്പൊ നോക്കേ, ഇപ്പൊ ഫസ്റ്റത്തെ ഇത് എത്രയാ? ഫസ്റ്റത്തെ ഫോഴ്സ് G m1 m2 by r square ആയിരുന്നേ. അത് നമ്മളെ ഒന്നിനെ പിടിച്ച് പകുതിയാക്കി, ഒന്നിനെ പിടിച്ച് 1.5 ആക്കിയല്ലേ. പുതിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ 3/4 G m1 m2 by r square. അതായത് ഒരു 25% എന്തായി കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസിലോട്ട് നോക്കാം. ഡിക്രീസസ് ബൈ 25%, റൈറ്റ്? ഇതാണ് കറക്റ്റ് ആൻസർ. സോറി, ഇതാണ് കറക്റ്റ് ആൻസർ നമ്മൾ ചെയ്ത്, റൈറ്റ്? ഡിക്രീസസ് ബൈ 25%. 3/4 G m1 m2 by r square. ഇനി അത് പെർസെൻറ്റേജിൽ ആക്കാൻ അറിയാത്തവർക്ക് പെർസെൻറ്റേജ് ഡിക്രീസ് എങ്ങനെയാണ് കാണാം? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ. സോ 3/4 f നമ്മൾ f എടുത്താലേ, ഈ പാർട്ടിന് നമ്മൾ f എടുത്താലേ 3/4 f മൈനസ് f ഡിവൈഡഡ് ബൈ f into 100, റൈറ്റ്? ഒന്നുമില്ല, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻറ്റു 100. സോ എത്രയാ? 1/4. എഫ് എല്ലായിടത്തും കട്ടായി പോയാൽ 3/4 മൈനസ്, സോ മൈനസ് 1, 3/4 മൈനസ് 1 എത്രയാ? -1/4 into 100. സോ വിച്ച് ഈസ് ഈക്വൽ ടു -25%. മൈനസ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഡിക്രീസസ് ബൈ 25%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. A mass m is split into two parts, m and m minus m, which are then separated by a certain distance. What ratio of m by m maximizes the gravitational force between the two parts? അതായത് നമുക്ക് ഒരു ക്യാപിറ്റൽ എമ്മിൽ ഒരു മാസ് ഉണ്ട്, അതിനെ പിടിച്ച് നമ്മൾ രണ്ട് സ്പ്ലിറ്റ് ചെയ്ത്. ഓക്കെ, സ്മോൾ എം ആൻഡ് m minus m. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്മോൾ എം എത്രത്തോളം, അല്ലെങ്കിൽ ഈ സ്മോൾ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എമ്മിന്റെ റേഷ്യോ എത്ര ആക്കിയാലാണ് പുതിയ രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും മാക്സിമം ആവുക എന്നുള്ളതാണ് ചോദ്യം. എടാ നമുക്കറിയാം ഫോഴ്സ് എന്താണ്? അഗെയിൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? Gmm by r square. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തേ? ഇവിടെ നമുക്കൊരു ക്യാപിറ്റൽ എം ഉണ്ടായിരുന്നേ, പിടിച്ച് രണ്ടെണ്ണാക്കി, ഒരാൾ എം ആക്കി. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? m minus m ഉണ്ടാവും. ടോട്ടൽ m ആണ്, അതിന് m പോയത്. സോ പുതിയ രണ്ടാളാക്കി. ഇനി ഈ രണ്ടാൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എപ്പോഴാണ് മാക്സിമം ആവാന്ന് ചോദിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ആവുമ്പോഴുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. ഏത് റേഷ്യോ? ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ ക്യാപിറ്റൽ എം. ഇങ്ങനെയാണ് ചെയ്യാം. സോ ഇത് കുറച്ച് എന്താ, നമ്മൾ ഡിഫറൻസിയേഷനും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, +1 നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയത് എന്തേ, ഒരു ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ 0 ആയിരിക്കുമ്പോഴാണ് ആ ഫംഗ്ഷന് ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടുക മനസ്സിലാക്കിയേക്കാം. അതായത് ഇവിടെ നോക്കടാ, Gm ഒരു മാസം എന്താണ്, സോറി സ്മോൾ എം ആണ് വേണ്ടത്. സ്മോൾ എം ഇൻറ്റു രണ്ടാമത്തെ നമ്മൾ പുതിയ ഫോഴ്സ് എഴുതുന്നേ. ഓക്കെ, എഫ് ഡാഷ്, അതായത് മുറിച്ചതിന് ശേഷമുള്ള ബൈ r square. ഇതാണ് ഫോഴ്സ്. സോ ഇതൊരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ അല്ല നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു ഫോഴ്സ്, അതായത് ഈ ഫംഗ്ഷൻ നമ്മൾ മാക്സിമൈസ് ചെയ്യണം. സോ ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എപ്പോഴായിരിക്കും? അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കുമ്പോഴാണെന്ന് നമ്മൾ മാത്സ് പഠിക്കും. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടല്ല നമ്മൾ മാത്സ് പഠിക്കും. അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവും എല്ലാം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഇപ്പൊ ഒന്ന് മനസ്സിലാക്കിയേക്കാം, df by dm
അല്ലെങ്കിൽ ഡി എഫ് ഡാഷ് ബൈ നമ്മളിവിടെ എഫ് ഡാഷ് എടുത്തോണ്ട് ഡി എഫ് ഡാഷ് ബൈ എന്ത് ഡി എം എന്തായിരിക്കും ഷുഡ് ബി 0 അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഇത് മാക്സിമം ആവുക. സോ ഇവിടെ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം? സോ ഇതിനെ മാറ്റി എഴുതിയാൽ ജി ഇതിനെ നമ്മൾ മാറ്റി എഴുതാം എങ്ങനെയാ ജി എം എം മൈനസ് എം സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതി കൂടെ. യെസ്. സോ ജി ബൈ ആർ സ്ക്വയർ എന്താണ് ഒരു കോൺസ്റ്റന്റ് ആണ്. ആർ നമ്മൾ മാറ്റുന്നില്ല, ജി ഒരു ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും നോടാ എം ക്യാപിറ്റൽ എം മൈനസ് 2m എന്ന് വരും. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു 0. പിന്നെ നമ്മൾ എന്താണ് എൽ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് 0. സോ എങ്ങനെ വരും എം മൈനസ് m minus 2m is equal to 0 എന്ന് വരും, which is equal to m is equal to 2 into small m. So നമുക്ക് കാണാൻ റേഷ്യോ എന്താ small m divided by capital M. So small m divided by capital M എന്താ 1/2. So ആൻസർ എത്രയാ 1/2. ഓപ്ഷൻ ഏതാടാ? ഓപ്ഷൻ ബി. എന്താണ് ചോദ്യം? ക്യാപിറ്റൽ എം ഒരു വസ്തു ഉണ്ട്, അതിനെ പിടിച്ച് രണ്ട് സ്പ്ലിറ്റ് ആക്കി. അപ്പോൾ ഒരാൾ മാസ് സ്മോൾ എം ആണെന്ന്, മറ്റാൾ മാസ് എം മൈനസ് എം ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോ എം ബൈ എം ഏത് റേഷ്യോയിൽ എന്താണ് ഡിവൈഡ് ചെയ്താലാണ് പുതിയ രണ്ടാൾക്കാർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാക്സിമം ആവുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എഴുതി ജി എം ബൈ ആർ സ്ക്വയർ. പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇത് ഒരാൾ എം ആണ്, ഒരാൾ എം മൈനസ് എം ആണ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇനി ഇതാണ് നമ്മുടെ പുതിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതാണ് നമ്മളെ പുതിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ബാക്കി ഫുള്ള് മാത്സ് ആണ്. ഓക്കെ, അതായത് ഇതൊരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കിട്ടല് അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുമ്പോഴാണ് മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടാൻ പഠിച്ച്. ഓക്കെ, സോ ഇത് വേരിയബിൾ ആൻഡ് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ വേരിയബിളിന്റെ പവർ 1 ആയതുകൊണ്ട് നമ്മൾ ബേസിക്കലി ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ജി ബൈ ആർ സ്ക്വയർ കോൺസ്റ്റന്റ് മാറ്റി ചെയ്തിട്ട് എം മൈനസ് 2m എന്ന് വരും. സോ ഇറ്റ് ഷുഡ് ബി 0 എന്നാലേ ആ ഫംഗ്ഷൻ മാക്സിമം ആവുള്ളൂ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാക്സിമം ആവുള്ളൂ. ഓക്കെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ത് ഇവിടുത്തെ ഫംഗ്ഷൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്തേ അത് സോൾവ് ചെയ്തേ ആൻസർ എം ബൈ എം ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എ മാസ് ക്യാപിറ്റൽ എം ഈ സ്പ്ലിറ്റ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത്. ഓക്കെ, ആൻസർ 1/2 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത് two particles of masses 4 kilogram and 8 kilogram are kept at x equal to -2 meter and x equal to 4 meter respectively. Then the net gravitational force acting on a third particle of mass 1 kilogram kept at the origin is. So എന്തെന്നടാ 4 kilogram 8 kilogram ഉള്ള രണ്ട് മാസസ് ഉണ്ട്. അതിൽ 4 kilogram നമ്മൾ വെച്ചിട്ടുള്ള -2 മീറ്ററിലാണ്, 8 kilogram വെച്ചിട്ടുള്ളത് 4 മീറ്ററിലാണ്. Then the net gravitational force acting on a particle of mass 1 kilogram kept at the origin. So എങ്ങനെയാ നമുക്ക് വരയ്ക്കാം? ഏതൊക്കെ ഡിസ്റ്റൻസ് -2 4. സോ നമുക്ക് ഇത് -2 മീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തോ, ഇത് 4 മീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തോ. സോ ഒറിജിൻ എവിടെ വരും? ഒറിജിൻ ഇവിടെ ഒരു 0 മീറ്റർ. നമുക്ക് ഒറിജിൻ 0 മീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തോ നമ്മൾ കാൽക്കുലേഷൻ എളുപ്പത്തിന്. ഓക്കെ, ഇനിയോ 4 ആരെ വെച്ചിട്ടുള്ളത്? -2 4 വെച്ചത്. സോ 4 കിലോഗ്രാം ഇവിടെ വെച്ച്, പിന്നെ ഇവിടെ ഒരു 8 കിലോഗ്രാം വെച്ച്, പിന്നെ നമുക്ക് സെൻട്രൽ ഒരാളും കൂടി ഉണ്ട് 1 കിലോഗ്രാം കൊണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 1 കിലോഗ്രാമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്ര? നമുക്കറിയാം യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇവനെ പിടിച്ച് ഈ 4 കിലോഗ്രാമിന് ഇയാൾ പിടിച്ച് ഇങ്ങോട്ട് വലിക്കും, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. സോ രണ്ടും ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. നമ്മൾ എന്താ ചോദിച്ചിട്ടുള്ളത്? നെറ്റ് ഫോഴ്സ് ആണ്. തേർഡ് പാർട്ടിക്കിൾ എത്രയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. സോ നെറ്റ് ഫോഴ്സ് നമുക്ക് കാണേണ്ടത്. സോ ഒരു ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് എടുക്കും, ഒരു ഡയറക്ഷൻ എന്തായി മൈനസ് എടുക്കും. സോ ഈ ഡയറക്ഷൻ പോസിറ്റീവ് എടുത്തെന്ന് വെച്ചോ, ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവ് എടുത്താലേ എത്രയാടാവും? ഈ 4 കിലോഗ്രാമിൽ ഇതിന്മേൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാ? gmm/r². സോ നമ്മളത് കണ്ടെത്തിയാലേ g ഇൻറ്റു എം എത്രയാടാ? അവിടെ 4 ഇൻറ്റു 1 gmm/r² എത്രയാ? 0ക്കും -2 ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 2. 2 സ്ക്വയർ എത്രയാ? 4. ആൻസർ 4g/4 എന്ന് വരും. സോ ആൻസർ എന്താണ്? g എന്ന് വരും. സോ ഇത് ഇങ്ങോട്ട്. ഓക്കെ, ഇനി അതുപോലെ അവിടെ എങ്ങനെയാണ് വരാം? f is equal to
ജി ഇൻറ്റു 8 ഇൻറ്റു 1 r സ്ക്വയർ എത്രയാ? ഇവിടെ 0ക്കും 4 മീറ്റർ ആണ്. സോ നമ്മൾ 4ന്റെ സ്ക്വയർ എത്രയാ? 16 അല്ലെങ്കിൽ 4 സ്ക്വയർ നമുക്ക് എഴുതാം. ഓക്കെ, ജി ഇൻറ്റു g/2 എന്ന് വരും. ഓക്കെ, സോ അങ്ങോട്ടൊരു g/2, ഇങ്ങോട്ടൊരു g. അപ്പോൾ എങ്ങോട്ടാ? ഇങ്ങോട്ടൊരു നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ടുണ്ടാവും. എത്ര ഉണ്ടാവും? g - g/2. സോ g - g/2 ഇങ്ങോട്ടുണ്ടാവും, വിച്ച് ഈസ് ഈക്വൽ ടു g/2. ഓക്കെ, ഇത് g ആണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ചോദിച്ചത് എന്താ? ഇസ് കറക്റ്റ്. ചോദിച്ചത് എന്താ? നമുക്ക് -2 ഒരു 4 കിലോഗ്രാം ഉണ്ട്, 4 മീറ്ററിലെ ഒരു 8 കിലോഗ്രാം ഉണ്ട്, പിന്നെ 0 മീറ്ററിലെ ഒറിജിനല് ഒരു 1 കിലോഗ്രാം ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4 കിലോഗ്രാമും 8 കിലോഗ്രാമും കൂടി 1 കിലോഗ്രാമിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചത്. സോ നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇക്വേഷൻ നമുക്കറിയാം, F = g/r². സോ ഇയാൾ പിടിച്ച് ഇങ്ങോട്ട് വലിക്കും, ഇയാൾ പിടിച്ച് അങ്ങോട്ട് വലിക്കും. സോ ആ ഡയറക്ഷൻ ഓർമ്മ വേണം. അതായത് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് കാണാനുള്ളതാണെന്ന് ഓർമ്മ വേണം. ഇയാളെ ഇവിടെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോഴ്സ് തമ്മിൽ ആഡ് ചെയ്യും, g + g/2 ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ഫോഴ്സ് പോകുന്നതുകൊണ്ട് നമ്മൾ വലിയ ഫോഴ്സ് നിന്ന് ചെറിയ ഫോഴ്സ് എന്തേ മൈനസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ രണ്ട് ഫോഴ്സ് കണ്ട് മൈനസ് ചെയ്ത് ആൻസർ ചെയ്ത്. ഓക്കെ, സോ g/2 ദാറ്റ്സ് ആൻസർ. ഓക്കെ, അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ. സോ ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പോൾ ആൻഡ് ഇക്വേറ്റർ can be related as എങ്ങനെയാടാ? പോളിലും ഇക്വേറ്ററിലും നമുക്കറിയാം എന്താണ്. ആ ചിത്രം നോക്കുന്നതിന് മുന്നേ നമുക്ക് എന്താ ജി അറിയാം, എന്താണ്? gm/r². ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? gm/r². സോ ഈ r എന്താണ്? ഇത് എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഇത് r എന്താണ്? റേഡിയസ് ഓഫ് എർത്ത് ആണ്. ഇനിയോ, പക്ഷെ എർത്തിന്റെ ഷേപ്പ് എന്തല്ല? ഒരു സ്ഫിയർ അല്ല. അതായത് ഈ ആറും എന്തല്ല? സെയിം അല്ല. ഇതിങ്ങനെ പിടിച്ച് ഇവിടെ സെയിം ആണ്, നമ്മളൊരു സ്ഫിയർ ആയിട്ട് വരച്ചോണ്ടേ. പക്ഷെ എർത്തിനൊരു ഒരു എന്താണ് ഇതാ ഇവിടെ വരച്ച പോലെ ഒരു ഇവിടെ ഇക്വേറ്ററിലെ കുറച്ച് എന്താണ് റേഡിയസ് കൂടുതലാ. ഈ ആറ് കുറച്ചും കൂടി എന്താണ് ഈ ആറിനേക്കാളും വലുതാണ്. നമുക്ക് പറയാം r1 ഗ്രേറ്റർ ദാൻ r2 എന്നെല്ലാം പറയാം. ഓക്കെ, അതായത് സോ എന്തായാലും ഇവിടെ നോക്ക്. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ? നമ്മൾ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പഠിച്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ r എന്താവും? ചെറുതാവുമെന്ന് ചോദിച്ചോ. r ഇവിടെ എന്താ? പോളിലെല്ലാം ചെറുതാ, r2 ആണ്. r ചെറുതാവുമ്പോൾ ഡിനോമിനേറ്ററിലുള്ള ആൾ ചെറുതാവും. അപ്പൊ എന്താകും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വലുതാവും. അല്ലെങ്കിൽ കമ്പയർ ടു ഇക്വേറ്ററിലെ r വലുതാണ്. സോ കമ്പയർ ടു ഇക്വേറ്റർ നമ്മൾ പോളിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹൈ ആണെന്ന് പറയും. ഓക്കെ, സോ ഒരാൾ ഇവിടെ, സോ ഇത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? F = mg എന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. ഈ ഫോഴ്സ് ആണ് എന്ത്? വെയിറ്റ് എന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. സോ ഒരാൾ പോയിട്ട് ഇക്വേറ്ററിൽ പോയി നിന്നാൽ അയാൾ വെയിറ്റ് മിനിമം ആയിരിക്കും. സെയിം വെയിറ്റ് ഉള്ള ഒരാൾ പോളിൽ പോയിട്ട് അയാൾ വെയിറ്റ് എടുത്താൽ കുറച്ചും കൂടി വലിയ ഹൈറ്റ് എന്താണ് അയാൾ വെയിറ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. കാരണം എന്താ? അവിടെ നമ്മൾ ജി വലുതാണ്, കാരണം അവിടെ r ചെറുതാണ്. ഓക്കെ, അപ്പൊ ആ കാര്യം ഓർത്തേക്കാം. അപ്പൊ പോളിലാണ് എന്താണ്? പോളിലായിരിക്കും acceleration due to gravity high compared to equator. So option D is option D. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. 3 identical uniform solid spheres A, B and C each having mass m and radius r are kept in such a way that centers of spheres A, B and C lie on same straight line and sphere B touches the other two spheres. Okay, if G is universal gravitational constant, the magnitude of resultant gravitational force on the sphere A due to sphere B and C. നേരത്തെ അതേ ക്വസ്റ്റ്യൻ, നേരത്തെ നമ്മൾ ചെയ്ത ഏകദേശം അതുപോലത്തെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ വേറെ കുറച്ച് രീതിയിൽ തന്നിട്ടുണ്ട്. നമുക്ക് A, B, C 3 സ്ഫിയേഴ്സിന്റെ അത് മൂന്നാളും കൂടി ഒറ്റ സ്ട്രെയിറ്റ് ലൈനാ. അതായത് എൻ്റെ സെന്റർ കൂടി ഒരു വര വരച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈനാന്ന് പറഞ്ഞത്. അപ്പൊ മൂന്നാൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നിൽക്കുന്നത്. കാര്യങ്ങൾ എളുപ്പമായി, റൈറ്റ്? ബി ടച്ചസ് ഈച്ച് അതർ എന്ന് പറഞ്ഞു. അപ്പൊ ബി ആണ് എന്തേ? നടുവില്. നല്ല രണ്ടാളും ടച്ച് ചെയ്യുള്ളൂ. ഓക്കെ, സോ ബി ആണ് നടുവിൽ, നമുക്ക് മനസ്സിലായി. ഇനിയോ, ഇനി ഫോഴ്സ് ഓൺ ദ സ്ഫിയർ എ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ പിക്ചർ ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് മൂന്നാളുണ്ട്. ആരൊക്കെ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. സോ ഇത് മൂന്നും ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, റൈറ്റ്? ഓക്കെ,
മൂന്നാളെ റേഡിയസ് എത്രയാണ്? മൂന്നാളെ റേഡിയസ് 6 ആണ്. മൂന്നാളെ റേഡിയസ് 6 ആണ്. സോ ദിസ് ഈസ് R. അപ്പൊ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടെ ഏറ്റവും? R, 2R, 3R, 4R. സോ ടോട്ടല് ഇവിടുന്ന് ഇവിടെ വരെ 4R ഡിസ്റ്റൻസ് ആണ്. ഇവിടെ സെന്ററിൽ വരെ. ഓക്കെ, 3 ഒരു സ്ട്രൈറ്റ് ലൈനോടെ പോകുന്നത്. ഓക്കെ, സോ ബി ആണ് സെന്റർ എന്ന് പറഞ്ഞ്. ബി ടച്ചസ് ഈച്ച് അതർ അല്ലേ? സോ ബി ആണ് സെന്റർ, ഇയാളാണ് ബി. ഇയാൾ എ ആയിട്ട് കൺസിഡർ ചെയ്യുക, അതെങ്ങനെയായാലും കുഴപ്പമില്ല. എ ബി സി 3 ഐഡന്റിക്കൽ ആയതുകൊണ്ട് അത് എവിടെ ഫ്ലിപ്പ് ചെയ്താലൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇനി ചോദ്യം എന്താ? ഫോഴ്സ് കൊണ്ട് എയിലുള്ള ഫോഴ്സ് ആണ് ചോദിച്ചത്. സോ നമുക്കറിയാം എന്തേ, എയിലുള്ള ഫോഴ്സ് ബി ഒരു ഫോഴ്സ് കൊടുക്കും, സി ഒരു ഫോഴ്സ് കൊടുക്കും. ബി പിടിച്ചു വലിക്കും ഇയാളെ, സിയും പിടിച്ചു വലിക്കും. സോ ടോട്ടൽ ഫോഴ്സ് എന്താ? ബി കൊടുക്കുന്ന ഫോഴ്സ് പ്ലസ് സി കൊടുക്കുന്ന ഫോഴ്സ്. കാരണം എന്താ, രണ്ടും സെയിം ഡയറക്ഷനിലോട്ടാ, ഇങ്ങോട്ടാണ് രണ്ട് ഫോഴ്സും. സോ നമ്മൾ ആഡ് ചെയ്യും. സോ ടോട്ടൽ ഫോഴ്സ് എഫ് ടോട്ടൽ ഇസ് ഈക്വൽ ടു ബി കൊടുക്കുന്ന എഫ് ബി എ, ബി എയിൽ കൊടുക്കുന്ന ഫോഴ്സ് പ്ലസ് സി എയിൽ കൊടുക്കുന്നത് എഫ് സി എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് എന്ത് വേണേ എഴുതാം. നമ്മളിവിടെ ഒരു എളുപ്പത്തിനകത്ത് അങ്ങനെ എഴുതിയുന്നുള്ളൂ. സോ ബി എയിൽ കൊടുക്കുന്ന ഫോഴ്സ് എത്ര ഇടാം? ജി, സെയിം മാസ് ആണ്. സോ ജി എം ഇൻറ്റു എം എന്ന് എഴുതും. സോ ജി എം സ്ക്വയർ എന്ന് വരും. സോ ആർ സ്ക്വയർ എത്ര ഇവിടെ? ഈ സെന്റർ നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാ? 2R. സോ നമ്മൾ 2R സ്ക്വയർ എന്ന് എഴുതും, 2R ഹോൾ സ്ക്വയർ എന്ന് എഴുതും. പ്ലസ് പിന്നെ ഇവിടെ ഇനി ഒരു സി പിടിച്ച് വലിക്കും. സോ നമ്മൾ എന്ത് ചെയ്തു? ജി എം ഇൻറ്റു എം സെയിം ജി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. എത്ര ഡിസ്റ്റൻസ്? ഈ സെന്റർ തമ്മിൽ എത്ര ഡിസ്റ്റൻസ്? 4R നമ്മൾ എഴുതിയിട്ടുണ്ട്. R 2R 3R പ്ലസ് R 4R. സോ 4R ഹോൾ സ്ക്വയർ. ഇനി ഇതങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ജി എം സ്ക്വയർ ബൈ 2R ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് വരും? ബൈ 4R സ്ക്വയർ പ്ലസ് 16R സ്ക്വയർ വരും. ചെയ്താൽ ആൻസർ ആയി. ജി എം സ്ക്വയർ 4R സ്ക്വയർ പ്ലസ് എത്രയാ? ജി എം സ്ക്വയർ ബൈ 16R സ്ക്വയർ. സോ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ എൽ സി എം കാണാം, എങ്ങനെയാലും ചെയ്യാം. സോ ആൻസർ വിൽ ബി 4 + 1 5 ജി എം സ്ക്വയർ ബൈ 5 ജി എം സ്ക്വയർ ബൈ 16R സ്ക്വയർ. ഓക്കെ, ഇതാണ് ആൻസർ വരാം. 5 ജി എം സ്ക്വയർ ബൈ 16R സ്ക്വയർ. ഓപ്ഷൻ ഡി, റൈറ്റ്? ഓപ്ഷൻ ഡി. എന്താ ഒന്നുകൂടി നോക്കാം, നമുക്ക് ക്വസ്റ്റ്യനോട് ഒന്നുകൂടി നോക്കാം. എ ബി സി മൂന്നാൾ തന്നിട്ടുണ്ട്, മൂന്ന് ബോഡീസ് തന്നിട്ടുണ്ട്. മൂന്നാളെ മാസും സെയിം ആണ്, മൂന്നാളെ റേഡിയസും സെയിം ആണ്, മൂന്നാൾ സ്ട്രൈറ്റ് ലൈനിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മേലെ ബിയും സിയും കൂടി എന്റെ മേലെ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് ചോദിച്ചത്. സോ ബി ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, സി ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കും. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്താണ്? ബി കൊടുക്കുന്ന ഫോഴ്സ് പ്ലസ് സി കൊടുക്കുന്ന ഫോഴ്സ്. നമ്മൾ സെയിം ഡയറക്ഷനിലായതുകൊണ്ട് അത് നമ്മൾ ആഡ് ചെയ്യും. ഇയാൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് ബി എ മൈനസ് എഫ് സി എ ചെയ്യും, അല്ലെങ്കിൽ വലുതേതാണോ അതേ മൈനസ് ചെറുത് ചെയ്യും. ഓക്കെ, സോ ജി എം സ്ക്വയർ ബൈ ആ ഡിസ്റ്റൻസ് രണ്ടും വ്യത്യാസമുണ്ട്. തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ 2R ആയതുകൊണ്ട് നമ്മൾ ഇവിടെ 2R എഴുതി, ഇവിടെ നമ്മൾ 4R ആയതുകൊണ്ട് 4R എഴുതി. ഓക്കെ, അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ആൻസർ ആയി. ഓക്കെ, 5 ജി എം സ്ക്വയർ ബൈ 16R സ്ക്വയർ അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ കെപ്ലേഴ്സ് ലോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു ഓർബിറ്റിൽ ഒരു പ്ലാനറ്റ് ഒരു സ്റ്റാറിന് ചുറ്റും കറങ്ങുമ്പോൾ ഒരു 3 ലോസ് കെപ്ലേഴ്സ് ലോസ് എല്ലാം +1 അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ലെവലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് അങ്ങനത്തെ അത്തരം ആ ഒരു ലെവലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് NSC JS-നെല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കണം. ഫോർ ഡിഫറെന്റ് പ്ലാനറ്റ്സ് മൂവിംഗ് അറൌണ്ട് ദ സൺ, if R represent mean distance of a planet from the sun and T is orbital period, which of the following graph represent motion of planets according to Kepler's laws? നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരു പ്ലാനറ്റ്, സോ ഇത് സണ്ണാന്ന് വിചാരിച്ചോ. സോ ഇതിന് ചുറ്റും ഒരു ഓർബിറ്റിലെ ഒരു മേജർ ആക്സിസ് ഉണ്ടാവും. സോ R എന്ന് എടുത്താൽ ഇവിടെ ചെറിയ വേറൊരു ആക്സിസ് ഉണ്ടാവും. സോ ഇത് എർത്താണെന്നുണ്ടെങ്കിൽ സോ എർത്തിന്റെ ടൈം പീരീഡ്, അതായത് ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയത്തിന്റെ സ്ക്വയർ അതിന്റെ എന്താണ് ഈ റേഡിയസിന്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിതിനെ വേറെ രീതിയിൽ എഴുതുന്നത്, അല്ലെങ്കിൽ ഈ സ്ക്വയർ മാറ്റിയാൽ R⁵3/2 എന്ന് എഴുതാം. ഓക്കെ, T പ്രൊപ്പോർഷണൽ ടു R⁵3/2. അപ്പോൾ അതിന്റെ ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് അല്ലേ? ഏതാ? സി, T പ്രൊപ്പോർഷണൽ ടു R⁵3/2. അത് പ്രൊപ്പോർഷണൽ അതാ നമുക്ക് അറിയേണ്ടത് T പ്രൊപ്പോർഷണൽ ടു R⁵3/2 ആണെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടും, അതാണല്ലോ പ്രൊപ്പോർഷണാലിറ്റി, റൈറ്റ്? സോ ആൻസർ ഈസ് സി. കെപ്ലേഴ്സ് ലോസ്
നമ്മൾ NSE-JS വേണ്ടി പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If the distance between the earth and the sun were half its present value, the number of days in a year would have been. So same, Kepler's laws തന്നെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷൻ, ഈ T square proportion to r⁵ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താ ചോദിച്ചിട്ടുള്ളത്, എന്താ എർത്തും സണ്ണും തമ്മിലെ ഡിസ്റ്റൻസ് പകുതിയാക്കിയാലേ പുതിയ ടൈം പീരീഡ് എത്രയാണെന്ന് ചോദിച്ചത്. സോ ഇവിടെ സണ്ണാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്താണെന്നുണ്ടെങ്കിൽ നിലവിൽ ഒരു 6 ഉള്ളത്, റൈറ്റ്? ഇപ്പോഴുള്ള ടൈം പീരീഡ് എത്രയാ? 365 ഡേയ്സാ. എന്താണ് ടൈം പീരീഡ്? ഒരു റെവല്യൂഷന് വേണ്ട സമയം ആണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം. സോ സൂര്യന് ചുറ്റും ഒരു റെവല്യൂഷന് വേണ്ട സമയം എത്രയാ? 365 ദിവസം. അതാണ് നമ്മളെ ഇപ്പോഴത്തെ ടൈം പീരീഡ്. ഇനി നമുക്ക് അറിയുന്ന എന്താ ചോദിച്ചിട്ടുള്ളത്, എന്താ r/2 ആക്കിയാലേ, പുതിയ r'(r/2) ആക്കിയാലേ T2 പുതിയ ടൈം എത്രയാണെന്ന് ചോദിച്ചത്. ഓക്കെ, നമുക്ക് റിലേഷൻ അറിയാം. എന്താണ്? T² പ്രൊപ്പോർഷണൽ ടു r³ എന്ന് അറിയാം, റൈറ്റ്? നമുക്ക് എന്തൊക്കെയാ അറിയാം? T1 അറിയാം, 365 ആണെന്നറിയാം. R ആവുമ്പോൾ T1 365 ഡേയ്സ് ആണെന്നറിയാം. ഓക്കെ, ഇത് ഡേയ്സ് ആണ്. ഓക്കെ, T2 ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. R2 എത്രയാ? r/2. പുതിയ r എത്രയാ? r/2. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൊപ്പോർഷണാലിറ്റി ആയതുകൊണ്ട് T1² T2² = r1³ r2³ എന്ന് എഴുതി കൂടെ എഴുതാം. ഓക്കെ, സോ ഇനി ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ ചെയ്താൽ അത്രേ ഉള്ളൂ. 365² / T2² = r1³. So r divided by r³ divided by r2, so r/2 whole cube, right? ഇനി ഈ r³ താഴെ r³ പോവും. സോ 1/2 ക്യൂബ് ആവും. 1/2 ക്യൂബ് എത്രയാ? 1/8 = 8 എന്ന് കിട്ടും. സോ റൈറ്റ് സൈഡിലുള്ള 8 ആണ്. സോ 365². നമുക്ക് T2 അങ്ങോട്ട് കൊണ്ടുപോയാലേ നമുക്ക് T2² എന്ത് എഴുതാം? T2² = 365² divided by 8, റൈറ്റ്? ഒന്നുമില്ല, കാൽക്കുലേഷനാ. ഓക്കെ, ഇനി നമുക്ക് T2 സ്ക്വയർ കിട്ടിയിട്ടില്ല, T2 കിട്ടണ്ടേ? T2 എന്ത് എഴുതും? രണ്ടോടത്ത് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. 365² സ്ക്വയർ റൂട്ട് 365, റൈറ്റ്? ബൈ 8ന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ എടുക്കണം? √8 നമുക്ക് എന്ത് ചെയ്യാം? √4 × 2 എന്ന് എഴുതി കൂടെ. സോ √4 2, സോ 2√2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇത് മതിയോ? ആൻസറിലോട്ട് നോക്കാം. ആൻസറിൽ 64.129 182.57 30 എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഏകദേശം എത്ര വരും നോക്കിയിട്ട് ആൻസറിലോട്ട് മാച്ച് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താം. ഓക്കെ, 365 divided by √2 എത്രയാ? 1.44. സോ ഓൾമോസ്റ്റ് 1.44. സോ നമ്മൾ 2 × 1.44 2.88 എന്ന് എഴുതും. ഇനി 2.88 × 100, സോ 288 ആ. അപ്പോൾ പ്ലസ് സംതിങ്, അതായത് 365 2.88 100നേക്കാളും കൂടുതൽ എത്രയോ പോകും നമുക്കറിയാം. സോ ആൻസർ ഡെഫിനറ്റ്ലി 64 അല്ല, 730 ആവോ? ഇല്ല. കാരണം എന്താ? 288 + 288 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 200 എന്നൊക്കെ എഴുതാം. പക്ഷെ അത്രയില്ല, 365 ഉള്ളൂ. സോ ആൻസർ ഈസ് ബിറ്റ്വീൻ 100 and 200. ഓക്കെ, ഇനി നോക്കാം. 288 + 288ന്റെ പകുതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 150 എന്ന് പറയാം. ഓക്കെ, 140 എത്രയാ? 288 + 322 + 322. ഓക്കെ, റൈറ്റ്? 140 150 പോലും വരില്ല. ഓക്കെ, സോ ആൻസർ ഇസ് ബിറ്റ്വീൻ 100 and 150. ഏതാണ് ആൻസർ? 129, റൈറ്റ്? 129 അതാണ് ആൻസർ. എങ്ങനെയാണ് ചെയ്ത്? നമുക്ക് ഭൂമിയും സൂര്യനും ഇടയിലുള്ള ഡിസ്റ്റൻസ് പകുതിയാക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ ടൈം പീരീഡ് എത്രയാണെന്ന ചോദ്യം. അതായത് ഒരു വർഷത്തിലെ നമ്മൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പകുതിയാക്കിയാലേ ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ടാവും, അതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഈ റിലേഷൻ അറിയാം. ഈ റിലേഷൻ Kepler's lawsലെ ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. T² proportional to r³ അല്ലെങ്കിൽ T proportional to r⁵3/2. അത് നമുക്ക് എന്ത് ചെയ്താൽ T1² T2² = r1³ r2³ എന്ന് എഴുതാം. ഓക്കെ, T1 നമുക്കറിയാം. ഇപ്പോഴുള്ള ഒരു വർഷത്തിൽ എത്ര ദിവസം? 365 ഡേയ്സ് ആ. ഡേയ്സിലാണ് ചോദ്യം ചോദിച്ചത്. സോ നമ്പർ ഓഫ് ഡേയ്സ് ആണ് ചോദിച്ചത്. സോ നമുക്ക് 365 എന്ന് എഴുതാം. വേറെ ഒരു മാറ്റം വരുത്തണ്ട, ചോദിച്ചതാണല്ലോ. ഓക്കെ, r1 എന്ന് എഴുതാം, r എന്ന് എഴുതാം.
പഴയ R എഴുതാ. ഇനി R2 പുതിയ R/2 ആക്കി, പകുതിയാക്കി. ഇങ്ങനെയാണെങ്കിൽ T2 എത്രയാണെന്ന ചോദ്യം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ആൻസറിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടിയെന്നില്ല എന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് ഓപ്ഷനിലോട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ 365 ഡിവൈഡ് ബൈ T2 സ്ക്വയർ. നമ്മൾ R³ വെട്ടിപ്പോയി. സോ 1/2 ക്യൂബ് 1/8 ആണ്. സോ 1/8 നമ്മൾ മുകളിലോട്ട് എടുത്തപ്പോൾ 8 ആയി. സോ T2 സ്ക്വയർ 365/8 എന്ന് വന്നേ. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് T2 സ്ക്വയർ അല്ല വേണ്ടേ, T2 വേണ്ടേ. സോ സ്ക്വയർ റൂട്ട് എടുത്തേ 365 ഡിവൈഡ് ബൈ റൂട്ട് 8ന്റെ സ്ക്വയർ റൂട്ട്. 8ന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാ? 8 നമുക്ക് √8 ഇൻറ്റു √4 ഇൻറ്റു 2 എന്ന് എഴുതാം. സോ √4 എത്രയാ? 2 ഇൻറ്റു √2 അങ്ങനെയാണ് ഇത് വന്നത്. ഓക്കെ. സോ 365/2√2 എന്ന് എഴുതാം. പിന്നെ നമ്മൾ ആൻസറിനോട് മാച്ച് ചെയ്ത്. ഓക്കെ, ആൻസർ കിട്ടിയത് 129. ഓക്കെ, അതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 planets P1 and P2 are moving around the sun in circular orbit of radius 10⁻13 meter and 10⁻12 meter respectively. The ratio of the orbital speeds of planets P1 and P2 in their respective orbit is. Okay, ഇത് ഓർബിറ്റൽ വെലോസിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. സോ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റും നമ്മൾ ഈ സാറ്റലൈറ്റ്സ് എല്ലാം കറങ്ങുമ്പോൾ അതിനൊരു ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ട്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പ്ലസ് വണ്ണിലൊക്കെ അല്ലെങ്കിൽ NSC JS ഫൗണ്ടേഷനിലെല്ലാം അറിയുന്നതാണ്. സോ √Gm/r ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാ? 6 തന്നിട്ടുണ്ട്, R1 തന്നിട്ടുണ്ട് 10⁻13, 2 R തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഓർബിറ്റൽ സ്പീഡിന്റെ റേഷ്യോ ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. VO = √Gm/r ആണെന്നുണ്ടെങ്കിൽ V1/V2 നമുക്ക് എന്ത് എഴുതാം? VO = √Gm/r ആണ്, റൈറ്റ്? സോ ജിയും എം എന്താണ്? കോൺസ്റ്റന്റാ. നമ്മളിവിടെ ഈ M എന്ന് പറഞ്ഞാൽ ഒരിക്കലും റിവോൾവ് ചെയ്യുന്ന ബോഡിന്റെ മാസ് അല്ല. ഇപ്പൊ സൂര്യന് ചുറ്റും ഭൂമിയാണ് കറങ്ങുന്നുണ്ടെങ്കിൽ ഇത് സണ്ണിന്റെ മാസാണ്. അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഭൂമിക്ക് ചുറ്റും കറങ്ങുമ്പോൾ ഇത് എന്താണ്? ഭൂമിയുടെ മാസാണ്, എർത്തിന്റെ മാസാണ്. ആർക്ക് ചുറ്റുമാണ് ഇയാൾ റിവോൾവ് ചെയ്യുന്നത്? അയാളെ മാസാണ് ഇത്. ഓക്കെ, സോ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്, അയാൾ മാറുന്നില്ല. സോ VO inversely proportional to √r അല്ലെങ്കിൽ proportional to 1/√r എന്ന് എഴുതാം. സോ V1/V2 നമുക്ക് എന്ത് എഴുതാം? V1/V2 = √R2/R1 എന്ന് എഴുതാം. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. R2 എത്രയാ? 10⁻12 ഡിവൈഡഡ് ബൈ 10⁻13. സോ ആൻസർ ഇസ് 1/√10. ഈസി. ഓക്കെ, ആ റേഷ്യോ ചോദിച്ചുള്ളത്. ഓക്കെ, ഇങ്ങനത്തെ റേഷ്യോ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമുക്ക് ഇക്വേഷൻ അറിയെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ, ആ ഇക്വേഷനിലെ ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. നമ്മൾ നേരത്തെ T1 R തമ്മിലുള്ള റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ പുതിയ ടൈം പീരീഡ് കണ്ടത്, റൈറ്റ്? നേരത്തെ ഹിയർ ഇവിടെ നമ്മൾ T-യും R തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് അറിയായിരുന്നേ. ഇവിടെ അതുപോലെ നമുക്കൊരു ഇക്വേഷൻ അറിയാം, അതിൽ നമ്മളൊരു റേഷ്യോ ഉണ്ടാക്കിയെടുത്ത്, റൈറ്റ്? കാരണം ബാക്കിയെല്ലാം കോൺസ്റ്റന്റാ, റൈറ്റ്? അത്രേ ഉള്ളൂ. ഓർബിറ്റൽ വെലോസിറ്റി. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റി = √Gm/r. അതിൽ M എന്ന് പറഞ്ഞത് ആരെ റൗണ്ട് ആണ് ഇയാള് റിവോൾവ് ചെയ്യുന്ന അയാള്. അതായത് ഭൂമിക്ക് ചുറ്റും സാറ്റലൈറ്റ് കറങ്ങുന്നുണ്ടെങ്കിൽ ഇത് ഭൂമിയുടെ മാസാണ്. ഇനിയോ സണ്ണിന് ചുറ്റും കറങ്ങുമ്പോൾ ഇത് സണ്ണിന്റെ മാസാണ്. അതായത് ആർക്ക് ചുറ്റാണ് കറങ്ങുന്നത് അയാളെ മാസ്. ഓക്കെ, ഓർത്ത് വെക്കാം. 1/√10 ആൻസർ. നമ്മൾ ആൻസർ കിട്ടി 1/√10, റൈറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ. വെയിറ്റ് ഓഫ് എ ബോഡി ഓൺ ദ സർഫസ് ഓഫ് 2 planets ഈസ് ദ സെയിം ഇഫ് their densities are d1 and d2 then the ratio of their radius is. എന്ത് തന്നിട്ടുണ്ടോ? വെയിറ്റ് സെയിം ആ തന്നിട്ടുണ്ട്. 2 പ്ലാനറ്റിലെ വെയിറ്റ് സെയിം ആ തന്നിട്ടുണ്ട്. ആൻഡ് പിന്നെയോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവര് ഡെൻസിറ്റി തമ്മിൽ 2 പ്ലാനറ്റിലെ ഡെൻസിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ നിങ്ങൾ ഡെൻസിറ്റി തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാ ചോദ്യം. ഓക്കെ, വെയിറ്റ് സെയിം ആണ് പറഞ്ഞാൽ എന്താ? വെയിറ്റ് എന്താണ്? ഫോഴ്സ് ആണ്. നമുക്കറിയാം F = mg എന്ന് എഴുതാൽ ഫോഴ്സ് ആണ് എന്ത്? വെയിറ്റ്. മാസ് അല്ല. മാസും ഫോഴ്സ് വെയിറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ട് നമുക്കറിയാം. മാസിൽ ഗ്രാവിറ്റി കൊടുക്കുന്ന ഫോഴ്സ് ആണ് എന്ത്? വെയിറ്റ്. സോ നമുക്ക് എന്ത് ചെയ്താം? mg1. ഇപ്പൊ പ്ലാനറ്റ് 1 ഫോഴ്സ് വെയിറ്റ് mg1 ആണെന്നുണ്ടെങ്കിൽ പ്ലാനറ്റ് 2 നമുക്ക് mg2 എന്ന് എഴുതിയാലേ. സോ M കോൺസ്റ്റന്റ് ആ. സോ G1 = G2 എന്ന് എഴുതാം.
അതായത് രണ്ട് സ്ഥലത്തും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിമാ. ഓക്കെ, ഇനി നമുക്ക് ഡെൻസിറ്റി അറിയണ്ടേ. സോ ഗ്രാവിറ്റി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണെന്നുണ്ടെങ്കിൽ, അതായത് വെയിറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണെന്ന് പറയാം. ഓക്കെ, ഇഫ് വെയിറ്റ് ഈസ് സെയിം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണെന്ന് പറയാം. അത് പറയാൻ വേണ്ടി ഞാൻ അത് എഴുതിയത്. ഓക്കെ, ഇനി ചോദ്യം എന്താ, ഡെൻസിറ്റി തമ്മിൽ വ്യത്യാസം, ഡെൻസിറ്റി തമ്മിൽ റേഷ്യോ. ഓക്കെ, പക്ഷെ നമുക്ക് എന്താ അറിയില്ല, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഡെൻസിറ്റി തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയില്ല. ചിലവർക്ക് അറിയുന്നുണ്ടാവും, ഇനി അറിയാത്ത പോലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അറിയുന്നുണ്ടാവും, G is equal to GM/R² എന്ന് അറിയുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെയാ, റോ, അതായത് ഡെൻസിറ്റി നമ്മൾ റോ റെപ്രസെന്റ് ചെയ്താളെ മാസ് ബൈ വോളിയം എഴുതിക്കൊള്ളാം, എഴുതാം. സോ നമുക്ക് എന്ത് എഴുതാം, മാസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു വി എന്ന് എഴുതിക്കൂടെ. യെസ്, എഴുതാം, മാസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു വി എന്ന് എഴുതിക്കൂടെ, റൈറ്റ്. സോ നമുക്ക് G ഇൻറ്റു റോ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ R² എന്ന് എഴുതാം. ഇനി വി എത്രയാ, ഇതൊരു സ്ഫിയറാ, നമ്മൾ പ്ലാനറ്റ്സ് എല്ലാം സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഒരു സ്ഫിയറിന്റെ വോളിയം എത്രയാ, 4/3πr³. സോ നമ്മൾ എന്ത് ചെയ്തു, G ഇൻറ്റു റോ ഇൻറ്റു 4/3πr³ എന്ന് എഴുതിക്കൂടാ, എഴുതാം, റൈറ്റ്, ഡിവൈഡ് ബൈ R². ഇനി കാര്യങ്ങൾ പോയി. ഇനി R² ഇവിടുത്തെ R²ഉം ഇവിടുത്തെ R³ കിട്ടിയാൽ ഇവിടെ ഒരു 6 ബാക്കിട്ടോ. സോ നമുക്ക് മാറ്റി എഴുതിയാൽ കിട്ടും G is equal to 4/3πρgr അല്ലേ. യെസ്, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല ആണ്. ഇത് ഇങ്ങനെ പഠിച്ചാലും നല്ലത്, ഇനി അല്ല അപ്പോൾ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്ത്, നമുക്ക് ഡെൻസിറ്റി തമ്മിലുള്ള റേഷ്യോ ആണ് അറിയേണ്ടത്. സോ വെയിറ്റ് സെയിം ആണ് തന്നിട്ടുണ്ടെങ്കിൽ, വെയിറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ G സെയിം ആണ് നമ്മൾ കണ്ടെത്തി. അപ്പോൾ നമുക്ക് ജിയും ഡെൻസിറ്റി തമ്മിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ ഉത്തരമായി. പക്ഷെ നമുക്ക് ഡെൻസിറ്റി തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻ അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ GM/R² എഴുതാം. എമ്മിനെ നമ്മൾ മാറ്റി, എമ്മിനെ ഡെൻസിറ്റി ഇൻറ്റു മാസിന് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആക്കി. വോളിയം ഇത്രയും നമുക്കറിയാം, 4/3πr³ എഴുതി. നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയ ആൻസർ ആണ് 4/3πρgr. ഓക്കെ, ഇനി G സെയിം ആണ് എന്നുണ്ട്, ഇത് സെയിം ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. 4/3π എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റാ, G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റാ. ഓക്കെ, സോ റോയും മാറും. എങ്ങനെ എഴുതാം, റോ പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് എഴുതാം, റൈറ്റ്. അല്ലെങ്കിൽ ചോദ്യം എന്താ, റേഷ്യോ ഓഫ് ദർ റേഡിയസ് ആ, സോ R പ്രൊപ്പോർഷണൽ ടു 1/ρ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പൊ ചോദിച്ചത് റേഡിയസ് തമ്മിലുള്ള റേഷ്യോ ആണേ. ഓക്കെ, നമുക്ക് റേഡിയസ് തമ്മിലുള്ള റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം, റോ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് D ആണ്. സോ നമുക്ക് R1/R2 എങ്ങനെ എഴുതാം, ഇസ് ഈക്വൽ ടു ρ2/ρ1, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ D പറഞ്ഞുകൊണ്ട് D2/D1 എഴുതാം. ഓക്കെ, ഓക്കെ, D2/D1 ഓപ്ഷൻ ബി ആൻസർ ചെയ്ത്, റൈറ്റ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്, റൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Gravitational collapse is the contraction of an astronomical object under its own gravity. This throws the matter inwards towards the center of gravity. A neutron star is an example of the collapsed core of a giant star. A certain neutron star of a radius 10 km is 1.5 times the mass of Sun. The acceleration due to gravity on the surface of the neutron star is nearly. So ഒന്നുമില്ല, കുറെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അതിന് റേഡിയസ് തന്നിട്ടുണ്ട്. നമുക്കൊരു റേഡിയസ് അറിയാം, വിച്ച് ഇസ് എന്താണ്, റേഡിയസ് തന്നിട്ടുണ്ട്. ഓൾസോ മാസ് തന്നിട്ടുണ്ട്. മാസ് എത്ര, 1 ടൈംസ് ദ മാസ് ഓഫ് സൺ. അതിന് മാസ് ഓഫ് സണ്ണും തന്നിട്ടുണ്ട്. സോ എം അറിയാം, ആർ അറിയാം. ഇനി എന്താ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനല്ലേ, ഈസി അല്ലേ. പിന്നെ ബാക്കിയുള്ളത് ന്യൂട്രോൺ സ്റ്റാറിന്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ ഉണ്ടാവുന്നതെല്ലാം. ഓക്കെ, നമുക്കത് വേണ്ട. സോ G = GM/R² നേരാ, ബാക്കിയെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. G എത്രയാ, ഓക്കെ, G is equal to 6.674 into 10⁻⁻11. ഓക്കെ, ഇത് അറിയണം, ഈ വാല്യൂ അറിയണം, എന്നാലേ ഈ ആൻസർ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മാസ് എത്ര എന്നുള്ളത് 1.5 ടൈംസ് ദ മാസ് ഓഫ് സൺ. അപ്പോൾ 1.5 ഇൻറ്റു മാസ് ഓഫ് സൺ. മാസ് ഓഫ് സൺ എത്രയാടാ, മാസ് ഓഫ് സൺ എത്രയാ, 2 ഇൻറ്റു 10⁻30. ഓക്കെ, നമുക്ക് ഇതിനെങ്ങനെ എഴുതിക്കൂടെ, ഇവിടെ 2 ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിന് 3/2 എന്ന് എഴുതിക്കല്ലോ. അപ്പോൾ 2 ഇൻറ്റു വെട്ടിപ്പോവും. ഓക്കെ, 1.5നെ 3/2 എന്ന് എഴുതാം. 2 ഇൻറ്റു 10⁻30
ഡിവൈഡ് ബൈ gm/r². r എത്ര തന്നിട്ടുണ്ട്? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ എന്നാൽ 10 × 10⁻³ മീറ്റർ. നമുക്ക് മീറ്ററിലോട്ട് മാറ്റണം, റൈറ്റ്? ഇത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ല, സോ മീറ്ററിലോട്ട് മാറ്റണം. ജി വരല്ലേ. സോ 10 × 10⁻³ എന്നാൽ 10⁴ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇത് മാത്സ് ആണ്. മാത്സ് ആൻസർ ചെയ്താൽ ആൻസർ കിട്ടി 6 × 6.74 ഇൻറ്റു നോക്കട്ടെ. ഇതിവിടെ 10⁸ വരും. 10⁸ മുകളിലോട്ട് പോകുന്നാൽ 10⁻⁻8 ആവും. അങ്ങനെ 10⁻30 10⁻⁻8 മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കുറയും. അങ്ങനെ 10⁻22 ആവും. ഇവിടെ ഒരു -11 കൂടെ ഉണ്ട്. സോ 10⁻11 ആവും, റൈറ്റ്? 10⁻11 ആവും ആൻസർ. എങ്ങനെയാണോ ഇത് 10⁻4 × 2 എന്നാ 10⁻8 ആവും. ഈ 8 മുകളിലോട്ട് വരുമ്പോൾ 10⁻⁻8 ആവും. 10⁻30 × 10⁻⁻8 എന്ന് പറഞ്ഞാൽ എന്താ? 10⁻22 ആ. 10⁻22 × 10⁻11 എന്ന് പറഞ്ഞാൽ 10⁻11 ആ, റൈറ്റ്? അപ്പൊ നമ്മൾ അതുപോലെ എഴുതി ഇൻറ്റു ഈ 2ഉം കട്ടായി പോകും. സോ × 3. ഓക്കെ, ഇതാണ് ആൻസർ. ഇനി നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കാം. 10⁻11 നമുക്ക് വരുന്നത് 3 × 6.6 സംതിങ്. നമുക്ക് 18.1 + 1.8, റൈറ്റ്? അറൗണ്ട് 19.8 അല്ലെങ്കിൽ 9.9 അങ്ങനെയൊക്കെ വരും. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് നോക്കിയാൽ 2. സോ 10⁻12 ആൻസർ വരാം ഇൻറ്റു 2, റൈറ്റ്? ഇവിടെ കറക്റ്റ് ആൻസർ ഉണ്ട്, റൈറ്റ്? 2 × 10⁻12 എത്രയാടാ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ആൻസർ, റൈറ്റ്? 10⁻12. നമുക്ക് കാൽക്കുലേഷൻ നമ്മളെ പവർ എല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ കിട്ടി നമുക്ക് 3 × 6.74. ബാക്കി നമ്മൾ ഓപ്ഷനിലോട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണ്ടത് 3 × 6 പോയിന്റ് സംതിങ് നമുക്ക് അറൌണ്ട് 20 സംതിങ് വരും. അപ്പോൾ നമ്മൾ 20 × 10⁻11 എന്ന് പറഞ്ഞാൽ 2 സംതിങ് × 10⁻12, റൈറ്റ്? അപ്പോൾ അത് ആൻസർ ആയി. ഇക്വേഷനിലോട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, 2 × 10⁻12 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A satellite orbits the sun, orbit the earth in a circle of radius 8,000 km. At that distance from the earth, g is equal to 6.2 meter per second square, the velocity of the satellite. Okay, again നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞേ, ഒരാളെ വേറെ ഒരാൾക്ക് ചുറ്റും കറങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ട്. ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ പഠിച്ചത് √v is equal to √gm/r പഠിച്ചേ. അത് നോക്കണം, തൽക്കാലം ഇവിടെ നോക്ക്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിനെ മാറ്റി എഴുതാം. gm/r gm/r² ഇൻറ്റു r എന്ന് എഴുതി കൂടെ, റൈറ്റ്? അങ്ങനെ എഴുതാം. നമ്മൾ താഴെ ഒരു r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മേലെ ഒരു r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് gm/r² എന്താ? സ്മോൾ g ഇൻറ്റു r. സോ ഓർബിറ്റൽ വെലോസിറ്റി ഈക്വൽ ടു √gr. അങ്ങനെ ഒരു ഇക്വേഷനും കൂടി ഓർബിറ്റൽ വെലോസിറ്റിക്ക് ഉണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ടേംസിലെ. ഓക്കെ, ഇവിടെ നമുക്ക് മാസ് വേണ്ട. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മറ്റേത് √gm/r. ഈ രണ്ട് ഇക്വേഷൻ. ഓക്കെ, ഇനിയോ ചോദ്യം എന്താ? r തന്നിട്ടുണ്ട് നമുക്ക് 8,000 കിലോമീറ്റർ. g തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ദി സാറ്റലൈറ്റ് തന്നിട്ടില്ലേ ചോദിക്കേണ്ടത്. സോ നമുക്ക് എന്ത് എഴുതാം? g 6.2 ഇൻറ്റു 8,000 kilometer. So 8 × 10⁻³ × 10⁻³ meter. So 8 × 10⁻6 meter, right? നമ്മൾ ആൻസറിലോട്ട് നോക്കാം. നമുക്ക് ആൻസർ എത്രയാ? 0.9, 8.97. ഓക്കെ, സോ ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. സംതിങ്ങിന്റെ റൂട്ടാണ് ഈ ആൻസർ, റൈറ്റ്? ഇതിന്റെ സ്ക്വയർ ആയിരിക്കും നമുക്ക് റൂട്ടിന്റെ ഉള്ളിൽ വരാം. നമുക്ക് നോക്കാം. നമുക്കുള്ള ആൻസേഴ്സ് നമുക്ക് ഓർമ്മയുണ്ട്, റൈറ്റ്? ഓപ്ഷൻസ് നമുക്ക് ഓർമ്മയുണ്ട്. സോ 8 × 6.2 സംതിങ്, റൈറ്റ്? എത്ര വരും? 48.6 വരും ഇൻറ്റു 10⁻6, റൈറ്റ്? സോ വിച്ച് ഈസ് അറൗണ്ട് നമുക്ക് എന്താ പറയാം? നമുക്കൊരു 7 ആൻസർ കണ്ട്. യെസ്, നമുക്ക് എന്താ പറയാം? 7 × 10⁻³ മീറ്റർ അല്ലെങ്കിൽ 7 കിലോമീറ്റർ എന്ന് പറയാം, റൈറ്റ്? ആൻസർ ആയി. ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഒരാൾക്ക് ചുറ്റും കറങ്ങുമ്പോൾ അയാൾക്ക് ഒരു ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ട്. ആ ഓർബിറ്റൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു gm/r. നേരത്തെ പറഞ്ഞ എർത്തിന് ചുറ്റും കറങ്ങുമ്പോൾ m എന്ന് പറഞ്ഞാൽ എർത്തിന്റെ വെലോസിറ്റിയാണ്. സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ m എന്ന് പറഞ്ഞാൽ സൂര്യന്റെ വെലോസിറ്റി, സൂര്യന്റെ മാസാണ്. സോറി, വെലോസിറ്റി അല്ല, മാസാണ്.
ഒരിക്കലും അത് കറങ്ങുന്ന ആളെ മാസമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തേ, അതിനെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്തുകൊണ്ട് ആ ഒരു ഫോമിലോട്ട് മാറ്റിയത്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫോമുലയാണ്. സോ അത് പഠിച്ചേക്കാം. ഓക്കെ, √GR. ഇനി ഇതെങ്ങനെയാണെന്ന് വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡെറിവേഷൻ ആണ്. നമുക്കറിയാം സെൻട്രിപിറ്റൽ എന്താണ് ഫോഴ്സ്, സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഒരാൾക്ക് ചുറ്റും കറങ്ങുമ്പോൾ അയാൾക്കൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും, ഉള്ളിലോട്ട് അയാൾ പിടിച്ച് വലിക്കും. ഓക്കെ, ആ ഒരു ഫോഴ്സ് ആരെ കൊടുക്കുന്നത്? നമ്മളെ എന്താണ് എർത്ത് ഗ്രാവിറ്റിയാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ എന്തോ ഇ എമ്മും കട്ടാവും. സോ v²/r/g എന്ന് എഴുതും. v² =rg എന്ന് എഴുതാം. v √RG. സെയിം നമ്മൾ അല്ലെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കി തന്നാണ് ഇത്. ഓക്കെ, സോ ഈ ഫോർമുല മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെപ്ത് അറ്റ് വിച്ച് g becomes 4% ലെസ് ദാൻ വാല്യൂ അറ്റ് സർഫസ്. സോ g വേരി ചെയ്യുന്ന മൂന്ന് കേസസ് ഉണ്ട്. g വേരി ചെയ്യുന്ന ഒന്ന് നമ്മൾ നേരത്തെ കണ്ട്, ഇക്വേറ്ററിലും പോളിലും വേറെ g ആണ് നമ്മൾ പഠിച്ചത്. റൈറ്റ്, ഇക്വേറ്ററിൽ r കൂടുതല, സോ g കുറവായിരിക്കും. പോളിലോട്ട് പോകുന്നതോറും r കുറവാണ്, സോ g കൂടും നമ്മൾ പഠിച്ച്. അതുപോലെ ഹൈറ്റിനനുസരിച്ചും ഒരു എന്താണ് ജിക്ക് ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഹൈറ്റ് കൂടുന്നവരും g കുറയും, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. ഡെപ്ത് കൂടുന്നവരും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. ഓക്കെ, പിന്നെ അതിനൊരു ഫോർമുല എല്ലാം ഉണ്ട്. ഓക്കെ, ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോ ഡെപ്തിലുള്ള ജിക്കുള്ള ഫോർമുലയാണ് ഇത്. എന്ത്? g depth = g × 1 - t/r. സോ ഇത് നമുക്ക് പറയാം g at depth d. ഈ ഫോർമുല എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. ഇതിന്റെ ഡെറിവേഷനിൽ നമ്മൾ ഫൗണ്ടേഷൻ ലെവലിലും ചെയ്യുന്നതാണ്. അല്ലാത്തപോലെ എന്ത് ചെയ്യുക, ഈ ഫോർമുല മനസ്സിലാക്കി വെക്കാം. ഡെപ്തിലോട്ട് പോകുന്നതോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും, ഹൈറ്റിലോട്ട് പോകുന്നതോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അതിനുള്ള ഫോർമുലയാണ് എന്ത്? ഡെപ്തിലോട്ട് പോകുമ്പോഴുള്ള ഫോർമുലയാണ് എന്ത്? g × 1 - t/r. ഇതിൽ d ആണ് എന്ത്? ഡെപ്ത്. ഫോർമുല ക്ലിയർ ആണ്, നല്ല എഴുതിക്ക. ഡെപ്ത്, r എന്താണെന്ത്? റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, ഇനി എന്താ പറയുക, ചോദ്യം എന്താ? ഫൈൻഡ് ദ ഡെപ്ത് അറ്റ് വിച്ച് g becomes 4% ലെസ് ദാൻ വാല്യൂ അറ്റ് സർഫസ്. സോ g ഡെപ്ത് എന്ത് തന്നിട്ടുണ്ട്? g സർഫസിൽ 4% ലെസ് ദാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 0.96 എന്ന് എഴുതിക്കൂടെ? 0.96 g എന്ന് എഴുതിക്കൂടെ? എഴുതാം. ജിന്റെ 0.96 ആണ് എന്ത്? 4% ലെസ് ദാൻ എന്ന് g ഡെപ്ത് എന്ന് നമുക്ക് എഴുതാം. 100 എടുത്താൽ 0.96 എന്ന് നമുക്ക് എഴുതിക്കൂടെ? 4% കുറവേ. റൈറ്റ്, എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡെപ്ത് എത്രയാണ് ചോദ്യം. ഇനി അതിൽ അങ്ങോട്ട് എടുത്താൽ മതി. റൈറ്റ്, 0.96 g = g × 1 - d/r. റൈറ്റ്, ഈ ജിയും കട്ടായി പോവും. സോ എത്ര വരാം? 0.96 = 1 - d/r വരും. അല്ലെങ്കിൽ നമുക്ക് d/r അങ്ങോട്ട് എടുത്ത് എഴുതാം. d/r = 1 - 0.96 അല്ലെങ്കിൽ 0.04 വരും. റൈറ്റ്, യെസ്. സോ d = r × 0.04 എന്ന് വരും. ഇനി ഓപ്ഷനിൽ എന്താ കൊടുത്തിട്ടുള്ളത്? യെസ്, ഓപ്ഷൻ അത് തന്നെ തന്നിട്ടുണ്ടേ, നമുക്ക് കാൽക്കുലേറ്റ് ഒന്നും ചെയ്യണ്ട. r × 0.04. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നേരത്തെ പോളിനും ഇക്വേറ്ററിലും ലാറ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള ഒരു വ്യത്യാസമുണ്ട്. പോളിനും ഇക്വേറ്ററിലും വേറെ g ആണ്. അതല്ലാതെ ഹൈറ്റ് കൂടുമ്പോൾ നമ്മൾ g കുറയും. അതിനൊരു ഫോർമുല ഉണ്ട്, നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ചെയ്യും. ഡെപ്ത് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? g കുറയും. ഹൈറ്റ് കൂടുമ്പോൾ ഡെപ്ത് കൂടുമ്പോൾ നമ്മൾ g കുറയും. സോ അതിന്റെ ഫോർമുലയാണ് എന്ത്? g depth = g × 1 - d/r. ബാക്കി നമ്മൾ g ഡെപ്തിലുള്ള g സർഫസിലുള്ള g ആണെങ്കാട്ടി 4% കുറവാണെന്ന്. അപ്പോൾ നമ്മൾ 0.96 g എടുത്ത് എന്നിട്ട് അത് അങ്ങ് ഫോർമുലയിൽ ഇട്ട് കൊടുത്ത് 0.96 g = g × 1 - d/r. ബാക്കി പിന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ ചെയ്ത്. റൈറ്റ്, യെസ്, 0.04 ആൻസർ അതാണ്. ഓക്കെ, ഇനി ഡിസ്ക്രിപ്ഷൻ. ഇഫ് ആൻ ആസ്ട്രോണറ്റ് കംസ് ഔട്ട് ഓഫ് ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ദെൻ, എടാ നേരത്തെ പോലെ തന്നെ ഇപ്പോൾ ഒരു സാറ്റലൈറ്റിൽ എങ്ങനെ, ഒരു സാറ്റലൈറ്റിൽ അയാൾക്കൊരു വെലോസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റിന് ഒരു വെലോസിറ്റി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന എന്താണ് നമ്മൾ ആസ്ട്രോണറ്റിന് ഒരു വെലോസിറ്റി ഉണ്ടാവും. റൈറ്റ്, ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ പറഞ്ഞു √g/r അല്ലെങ്കിൽ √gr, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി × r നമ്മളെല്ലാം പഠിച്ചു. ഓക്കെ, ആ ഫോർമുലാസ് എല്ലാം ഓർമ്മയാണ് NSC JS. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആസ്ട്രോണറ്റ് എടുത്ത് പുറത്തേക്ക് എടുത്ത് ചാടിയാൽ അയാൾക്ക് എന്ത് സംഭവിക്കുന്ന? അപ്പൊ അയാൾക്കും കൂടി ഒരു സ്പീഡ് ഉണ്ടാവില്ലടാ. ഇപ്പൊ ഇത് എർത്താണെന്നുണ്ടെങ്കിൽ അയാൾ സാറ്റലൈറ്റിൽ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്കൊരു ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ടാവും,
സാറ്റലൈറ്റിന് ഒരു ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ടാവും. സോ അതിനുള്ളിലിരിക്കുന്ന അസ്ട്രോണറ്റിന് ഒരു എന്താണ് ഒരു ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ടാവും. സോ അയാളെടുത്ത് ചാടിയാൽ ആ വെലോസിറ്റി അയാൾക്ക് ഉണ്ടാവും. സോ അയാൾ എന്ത് ചെയ്യും? ഈ കണ്ടിന്യൂസ് ടു മൂവ് അലോങ് ദ സാറ്റലൈറ്റ് ഇൻ ദ സെയിം ഓർബിറ്റ് ബിക്കോസ് അയാൾക്കും ആ ഒരു വെലോസിറ്റി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോണ്ട്. ഓക്കെ, ഇത് ആ ചിത്രം. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ട് ഇയാൾക്ക്. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റി ആ ഫോർമുല ഓർമ്മ വേണം. ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഫോർമുല. ഓക്കെ, the altitude at which the weight of a body is only 64% of its weight on the surface of the earth is. So ചോദ്യം എന്താണ്? എത്ര ഹൈറ്റിലാണ് ഇയാളെ വെയിറ്റ് സർഫസിലുള്ള വെയിറ്റിന്റെ 64% ആവുക? അതാ ചോദ്യം. ഓക്കെ, വെയിറ്റ് കുറയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുകളിലോട്ട് പോകുന്നതോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്ന അർത്ഥം. ഓക്കെ, ജി മാറുമ്പോൾ വെയിറ്റ് മാറും എന്നല്ല നമ്മൾ നേരത്തെ ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, മാസം മാറൂല, വെയിറ്റ് മാറും. ഓക്കെ, സോ അറ്റ് വാട്ട് ഹൈറ്റ്, ഏത് ഹൈറ്റിലാണ് അയാൾ ജി 64%, അയാൾ വെയിറ്റ് 64% ആവുന്നതെന്ന് പറഞ്ഞാൽ അയാൾ ജി എത്ര ഹൈറ്റിലാണ് അയാൾ ജി 64% ആവുന്നതെന്ന ചോദ്യം. ഓക്കെ, ഇനി അതുപോലെ നേരത്തെ നമ്മൾ ഡെപ്തിൽ ഒരു ഫോർമുല പഠിച്ച്. ഓക്കെ, ഡെപ്തിൽ എന്നുള്ള ഫോർമുല? ജി ഡെപ്ത് ഇസ് ഈക്വൽ ടു നേരത്തെ പഠിച്ച് ജി ഇൻറ്റു 1 - d/r എന്നൊരു ഫോർമുല പഠിച്ച്, റൈറ്റ്? അതുപോലെ ജി ഹൈറ്റിൽ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എന്താണ്? ജി ഹൈറ്റ് ഓർ ജി ഡാഷ് ജി അറ്റ് ഹൈറ്റ് എച്ച് എന്നൊക്കെ നമുക്ക് പറയാം, റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജി അറ്റ് ഹൈറ്റ് എച്ചിൽ എന്താണ്? ജി r² / r+h². ഈ ഫോർമുല നേരത്തെ ഡെപ്തിൽ പറയുന്ന പോലെ തന്നെ ഈ ഒരു ഹൈറ്റ് എച്ച് എന്താണ്? ഹൈറ്റ് കൂടുന്നവരും നമ്മൾ ജി കുറയും, അഥവാ നമ്മളെ വെയിറ്റ് കുറയും. സോ ഹൈറ്റിലുള്ള നമ്മൾ ജി കാണാനുള്ള ഫോർമുലയാണ് ജി r² / r+h². ഓക്കെ, ഇനിയോ? അപ്പോൾ വെയിറ്റ് എന്താ? വെയിറ്റ് എം ജി ഡാഷ്, ഇതാണ് നമ്മുടെ എഴുതിയത്. വെയിറ്റ് എം ജി ഡാഷ് എം ജി WO, അല്ലെങ്കിൽ സർഫസിലുള്ള വെയിറ്റ് WH ആണ് ഹൈറ്റുള്ള വെയിറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി 0.64%, അതായത് 0.64 ആവുന്ന 64% ആവുന്ന, അതായത് ജി ഹൈറ്റ് എത്ര ഇടാം? ജി ഹൈറ്റ് നമുക്ക് എഴുതാം 0.64 ജി എന്ന് എഴുതാം. ഇത് ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് എഴുതാം. ഓക്കെ, ഇനി നമുക്കറിയാം ജി എച്ച് എന്താണ്? ജി r² / r+h². ഓക്കെ, നമ്മൾ നേരത്തെ എഴുതി. ഓക്കെ, ഇനിയോ? ഇനി ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0.64 ജി ഇസ് ഈക്വൽ ടു ജി r² / r+h². ഓക്കെ, ജിയും ജിയും കട്ട് ചെയ്താലേ. സോ നമുക്ക് എഴുതാം 0.64 ഇസ് ഈക്വൽ ടു r² / r+h². ഇനി നമ്മൾ ഈ സ്ക്വയേഴ്സ് ഒക്കെ ഒഴിവാക്കാം. സ്ക്വയേഴ്സ് ഒഴിവാക്കിയാൽ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ സ്ക്വയേഴ്സ് ഒഴിവാക്കുന്നത് 64ന്റെ റൂട്ട് എന്നൊക്കെ നമുക്ക് അറിയുന്നുണ്ട്. ഓക്കെ, ഇനി റൂട്ട് എടുത്താൽ 0.8ന്റെ റൂട്ടാണ് 0.64. സോ 0.8 ഇസ് ഈക്വൽ ടു r / രണ്ടിടത്തും സ്ക്വയർ റൂട്ട് എടുത്ത് r+h. ഓക്കെ, കാര്യങ്ങൾ എളുപ്പമായി. ഓക്കെ, 0.8 ഇൻറ്റു 0.8 r+0.8 h ഇസ് ഈക്വൽ ടു എന്താണ്? r എന്ന് എഴുതാം. ഓക്കെ, സോ r - 0.8 r 0.8 h ഇസ് ഈക്വൽ ടു r - 0.8 r. സോ 0.2 r എന്ന് എഴുതാം. ഓക്കെ, സോ h ഇസ് ഈക്വൽ ടു 0.2 / 0.8 0.8 ഇൻറ്റു r എന്ന് എഴുതാം. സോ 1/4 r/4 എന്ന് എഴുതാം. r/4 r എത്രയാ? 6400, റൈറ്റ്? 6400/4 എത്രയാ? 1600 കിലോമീറ്റർ, റൈറ്റ്? 1600 കിലോമീറ്റർ, റൈറ്റ്? ദാറ്റ്സ് ആൻസർ. സോ ഈ ക്വസ്റ്റൻ നമ്മൾ എന്താ ചെയ്തത്? ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ, എത്ര ഹൈറ്റിലാണെന്നുണ്ടെങ്കിലാണ് ഇയാളുടെ ബോഡിന്റെ വെയിറ്റ് 64% ആവാന്നാ ചോദിച്ചത്. ഓക്കെ, നമുക്കറിയാം വെയിറ്റ് മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറാന്ന് അർത്ഥം. സോ മുകളിലോട്ട് പോകുന്നവരും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ആ കുറയുന്നതിനുള്ള ഫോർമുലയാണ് ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു r² / r+h². ഓക്കെ, സോ h ആണ് ഹൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജി എച്ച് ഇസ് ഈക്വൽ ടു 0.064 ജി എന്ന് എഴുതാം. നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, പുതിയ ജി അല്ലെങ്കിൽ പുതിയ വെയിറ്റ് 0.64 ഉള്ളൂ സർഫസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിലോ നമുക്ക് ജി എച്ച് എഴുതാം, ബാക്കി നമ്മൾ ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജി എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജിയും പോയി. സോ ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് ഹോൾ സ്ക്വയർ 0.64 എഴുതാം. പിന്നെ നമ്മൾ സ്ക്വയർ റൂട്ട് ഒഴിവാക്കി. സ്ക്വയർ റൂട്ട് ഒഴിവാക്കുമ്പോൾ 0.64ന്റെ റൂട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. കാരണം 8ന്റെ സ്ക്വയർ ആണ് എന്ത് 64. സോ 0.8ന്റെ സ്ക്വയർ എന്നത് 0.64. അപ്പം നമുക്ക് അങ്ങനെ എഴുതാം. 0.64 ഇസ് ഈക്വൽ ടു ആർ ബൈ ആർ പ്ലസ് എച്ച്. റൂട്ട് പോയി. പിന്നെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് 0.8 ആർ പ്ലസ് 0.8 എച്ച് ഇക്വൽ ടു ആർ എന്ന് എഴുതി. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഗ്രാവിറ്റേഷനെ നമ്മൾ ജസ്റ്റ് 9ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ 9, 10 പഠിക്കുന്നതിനപ്പുറം ചില കാര്യങ്ങളും കൂടി പഠിക്കണം. ഓക്കെ, കെപ്ലേഴ്സ് ലോസ് നമ്മൾ എന്തൊക്കെ കെപ്ലേഴ്സ് ലോസ് ഡിസ്കസ് ചെയ്ത്, പിന്നെ ഹൈറ്റിനും ഡെപ്തിനും അനുസരിച്ച് മാറുമ്പോഴുള്ള അതിൻ്റെ ഒരു ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, പിന്നെ അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ റേഷ്യൂസ്, ഓക്കെ, അതിൻ്റെ റേഷ്യൂസ് ചോദിക്കുമ്പോൾ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യുക, പിന്നെ ഡെൻസിറ്റിയും റേഡിയസും തന്നാലേ ജി കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ച് 4/3 പൈറോ ജി ആർ. പിന്നെ ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കുക. ഇതെല്ലാം നമുക്ക് NSCJS പോലുള്ള എക്സാംസിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷൻ ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.